പ്രതികരിച്ച ആളുകൾക്കൊക്കെ സിനിമയിൽ അവസരം ലഭിക്കാതെ പോയിരുന്ന വനിതാ സിനിമ താരങ്ങളൊക്കെ പറയുന്നത് അതുപോലൊക്കെ സോറി മനസ്സിലായില്ല. അതായത് ചില കാര്യങ്ങളൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നിലപാടുകൾ അറിയിക്കുമ്പോൾ അതിന് സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഒഴിവാക്കുന്നു. അത് സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ഒരു എന്താണ് ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. എന്നെ പുറത്താക്കിയതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ. ഉണ്ട്, സത്യമാണ്. അതിന് ഈ പറഞ്ഞ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും. അതിൽ നിങ്ങൾക്കറിയാം, പണ്ടൊരിക്കൽ ശ്രീ സിദ്ദിഖ് മറ്റേ എന്താണ് KPSC ലളിതയും കൂടെ ഒരു ഇന്റർവ്യൂ നടത്തി ഓർമ്മയില്ലേ, ഒരു പ്രസ് മീറ്റ് നടത്തി ഓർമ്മയില്ലേ. ആ മീറ്റിൽ പറയുകയും ചെയ്തല്ലോ, ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ നമ്മളതിന് നടപടിയെടുക്കുമെന്ന്. ഞാനപ്പോൾ തന്നെ എഴുതി കൊടുത്തായിരുന്നു. കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമി തിരേൻ്റെ ഒരു പടം കട്ട് ചെയ്തത്, പിന്നെ എൻ്റെ പടം. അതുവേണ്ടിയാണ് എന്നെ അതിനകത്ത് പുറത്താക്കിയത്. ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചൊരു ഓർമ്മയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, മുകേഷും ഇന്നസെൻറ്റും കൂടെ എനിക്ക് എൻ്റെ അതല്ലേ തെളിവല്ലേ. അത് നല്ല തെളിവായിട്ട് പറയാനായിട്ട് എനിക്കുണ്ടല്ലോ. മറ്റേതൊക്കെ ഞാൻ പറഞ്ഞ് ആരോപിക്കുന്നതായിട്ട് വെക്കാം. ഇത് ആരോപണമല്ല, തെളിവാണ്. വേറെ അച്ഛന് പോലും അങ്ങനെ ഒരു പടം തെളിവായിട്ട് കൊടുക്കാനുണ്ടാവില്ല. എനിക്കുണ്ട്. ശരിയല്ലേ? ഒരു കോടതി ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷമി തിലകന്റെ ഇന്ന പടം കട്ട് ചെയ്തു. ഇപ്പൊ ചോദിച്ചറിയാനായിട്ട് പുള്ളി ജീവിച്ചിരിക്കില്ല. എനിക്കറിയാവുന്നത് വെച്ചാണെങ്കിൽ അച്ഛൻ അനുഭവിച്ചുള്ള വേദനയ്ക്ക് പുള്ളി ആരെയൊക്കെ കൊണ്ടേ പോകുന്നുള്ളതാണ് ഇവിടെ ഉണ്ട്. അത് പിന്നെ പുള്ളി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അച്ഛോ ശരിയാണോ ഈ കേൾക്കുന്നത്? അതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് സുകുമാരഴിക്കോടും മറ്റൊരു മറിച്ചവരൊക്കെ പറഞ്ഞത് ബൈറ്റോടെ കിടപ്പില്ലേ. ഞാനതിനകത്ത് പറഞ്ഞ് എന്താണ് തുലവും തുച്ഛനായ ഞാനെന്തിനാ അതിനെ കുറിച്ച് കൂടെ പറയണം? അതൊരു അച്ഛനോട് ഇഷ്ടമുള്ള ഒരു മകന്റെ എന്താണ് രോദനമായിട്ടൊക്കെ അല്ലേ പലരും അതിനെ വിലയിരുത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മുമ്പിൽ അച്ഛൻ്റെ ഉള്ള നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മുമ്പിൽ ഞാനൊക്കെ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാര്യം ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനത് കാണുമ്പോൾ തന്നെ എൻ്റെ വല്ലതും കണ്ണു നിറയാണ്. ഈ ആളുകൾക്ക് എന്താണ് ഇത്രയും ഇഷ്ടം അംഗീകരിച്ചത് എന്നുള്ള തോന്നൽ വരിക. അപ്പോൾ പിന്നെ അവിടെ എനിക്കെന്താ പറയാനുള്ളത്? എനിക്കവിടെ പറയാൻ ഒരു റൈറ്റും ഇല്ല. കാരണം തിലകൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്.